ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വിൻഡോജു. ഞാൻ രഘുനന്ദനൻ എം പി. കേരള PSCയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഗാന്ധിജിയുടെ കേരള സന്ദർശനങ്ങൾ. ഗാന്ധിജിയുടെ കേരള സന്ദർശനങ്ങളുമായി ബന്ധപ്പെട്ട് മുൻകാലങ്ങളിൽ വന്ന ചോദ്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട എല്ലാ വസ്തുക്കളും നമുക്കിന്ന് പഠിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു കോഴ്സ് ഇപ്പോൾ നടക്കുന്നുണ്ട്. 10th പ്രിലിംസിന് വേണ്ടി ഒരു ഫ്രീ ക്രാഷ് കോഴ്സ് നടക്കുന്നുണ്ട്. ദിവസവുമുള്ള പഠന പദ്ധതി, ദിവസവുമുള്ള വീഡിയോ ക്ലാസ്സുകൾ, അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഈ ക്ലാസ്. ഇപ്പോൾ നമ്മൾ നടക്കുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങളാണ്. നാളെ മറ്റന്നാളോടുകൂടി അത് അവസാനിക്കും. അതിനൊരു എക്സാം ഉണ്ടായിരിക്കും. അതുമാത്രമല്ല 12-ാം തീയതി 13-ാം തീയതി 12 എന്നുള്ളത് 13-ാം തീയതി ഒരു ലൈവ് ക്ലാസ് ഉണ്ടായിരിക്കും. അത് യൂട്യൂബിൽ തന്നെയാണ് ലൈവ് ക്ലാസ് ഉണ്ടായിരിക്കുക. ഇതുവരെ ചോദിച്ച കേരളത്തിലുണ്ടായ ദേശീയ പ്രസ്ഥാനവുമായി അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ഉണ്ടായ മുഴുവൻ മുന്നേറ്റങ്ങളുമായി ബന്ധപ്പെട്ട് കേരള PSC ചോദിച്ച മുഴുവൻ ചോദ്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്കുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ്, ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്യുക. ഇപ്പം ഗാന്ധിജി ആദ്യമായി കേരളത്തിലെത്തിയ വർഷം ഏത് വർഷത്തിലാണ് ഗാന്ധിജി ആദ്യമായിട്ട് കേരളത്തിലെത്തിയത്? 1920-ലാണ്. ആദ്യം നമുക്ക് ചോദ്യങ്ങളൊന്ന് പരിചയപ്പെടാം. അതിനുശേഷം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയ വർഷം ഏതാണ്? 1925. ഗാന്ധിജി 3 തവണ കേരളത്തിൽ സന്ദർശിച്ചൊരു സ്ഥാപനമുണ്ട്. അതേതാണെന്നറിയാം? ശബരി ആശ്രമം. പാലക്കാട് ശബരി ആശ്രമമാണ് ഗാന്ധിജി 3 തവണയും കേരളത്തിൽ സന്ദർശിച്ച സ്ഥാപനം. ഗാന്ധിജി തൻ്റെ അവസാന കേരള സന്ദർശനത്തെ എന്ത് വിശേഷിപ്പിച്ചു? ഒരു തീർത്ഥാടനം എന്ന് വിശേഷിപ്പിച്ചു, അല്ലേ? ക്ഷേത്രപ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ടാണ് ഗാന്ധിജി അവസാനം കേരളത്തിലെത്തുന്നത്. ശബരി ആശ്രമം, അതായത് ഗാന്ധിജി 3 തവണ സന്ദർശിച്ച ശബരി ആശ്രമം ഉണ്ടല്ലോ, അത് സ്ഥാപിച്ചത് ആരാണ്? TR കൃഷ്ണസ്വാമി അയ്യർ. TR കൃഷ്ണസ്വാമി അയ്യർ ഓർക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം. ഉപ്പു സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് പാലക്കാട് നിന്ന് പയ്യന്നൂരിലേക്ക് ജാഥ നയിച്ച ആൾ കൂടിയാണ് TR കൃഷ്ണസ്വാമി അയ്യർ. ഇപ്പോൾ ഗാന്ധിജിയുടെ കേരള സന്ദർശനങ്ങൾ 5 പ്രാവശ്യമാണ്. ആ 5-ൽ അദ്ദേഹം 3 തവണ സന്ദർശിച്ച സ്ഥാപനമാണ് ശബരി ആശ്രമം. ആദ്യത്തെ സന്ദർശനം 1920 ആഗസ്റ്റ് 18-നാണ്. കോഴിക്കോടാണ്. ഖിലാഫത്ത് പ്രസ്ഥാനം നടക്കുന്ന സമയമാണ്. ഖിലാഫത്ത് സമരത്തിൻ്റെ പ്രചാരണമാണ്. ഗാന്ധിയോടൊപ്പം സന്ദർശിച്ച ഒരാളാണ് ഖിലാഫത്ത് നേതാവ് ഷൗക്കത്ത് അലി. അപ്പോൾ ഖിലാഫത്തുമായി ബന്ധപ്പെട്ടാണ് 1921-ലെ മലബാർ ലഹള, 1920-ൽ ഖിലാഫത്ത് പ്രസ്ഥാനം. ഓർത്തു വയ്ക്കാൻ എളുപ്പമാണല്ലോ. അപ്പോൾ 1920-ലാണ് ഖിലാഫത്ത് സമരത്തിൻ്റെ പ്രചാരണാർത്ഥം ഖിലാഫത്ത് നേതാവ് ഷൗക്കത്ത് അലിയും കേരളം സന്ദർശിച്ചു. പ്രസംഗം മലയാളത്തിലേക്ക് മൊഴിമാറ്റിയത് K. മാധവൻ നായർ. മാധവൻ നായരെ ഓർക്കുമ്പോൾ K. മാധവൻ നായർ എന്ന് പറയുന്നവർ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ പ്രചരണം K. മാധവൻ നായരുമായി ബന്ധപ്പെട്ടതാണ്. മറ്റൊന്ന് മാപ്പിള കലാപം, മലബാർ കലാപം എന്ന പുസ്തകം എഴുതിയത് K. മാധവൻ നായരാണ്. രണ്ടാമത്തെ സന്ദർശനം 1925-ലായിരിക്കും. എന്തായിരിക്കും? വൈക്കം സത്യാഗ്രഹം. 24-ലെ വൈക്കം സത്യാഗ്രഹം തുടങ്ങി വയ്ക്കുന്നു. 603 ദിവസം നീണ്ടുനിന്ന വൈക്കം സത്യാഗ്രഹം 2025-ലേക്കും അത് നീളുന്നുണ്ട്. 1925 മാർച്ച് 8-നാണ്. 1925 മാർച്ച് 12-ന് തന്നെയാണ് ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടുന്നത്. ആ ക്രോണോളജി ഓർത്തു വച്ചാൽ മതി. 3-ാം സന്ദർശനം 27-ലാണ്. ലക്ഷ്യം ഗാന്ധി പ്രചരണമാണ്. 27-ൽ 3-ാം സന്ദർശനം. അപ്പോൾ 20, 25, 27. 4-ാം സന്ദർശനം 1934 ജനുവരി 10-നാണ്. ലക്ഷ്യം ഹരിജൻ ഫണ്ട് ശേഖരണം. അതുമായി ബന്ധപ്പെട്ട് കൗമുദി ടീച്ചറുണ്ട്. പിന്നീട് നമുക്ക് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട കേരളത്തിലെ മുന്നേറ്റങ്ങളിലെ വനിതാ പ്രാതിനിധ്യത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ വിശദമായി പഠിക്കാം. 5-ാമത്തെയും അവസാനത്തെയും സന്ദർശനം 1937-ലാണ്. 36-ൽ ക്ഷേത്രപ്രവേശന വിളംബരം നിങ്ങൾക്കറിയാലോ. അപ്പോൾ ജനുവരി 12-നാണ് ക്ഷേത്രപ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ടത്. ഗാന്ധി വിശേഷിപ്പിച്ചത് ഒരു തീർത്ഥാടനം എന്നാണ് ഈ വരവിനെ വിശേഷിപ്പിച്ചത്. ക്ഷേത്രപ്രവേശനത്തെ, വിളംബരത്തെ വിശേഷിപ്പിച്ചത് നിങ്ങൾക്കറിയാലോ, ആധുനിക ലോകത്തെ മഹാത്ഭുതം. 3 തവണ പാലക്കാട് സന്ദർശിച്ചു. ഇത് ശബരി ആശ്രമത്തിലാണ്. അത് സ്ഥാപിച്ചത് TR കൃഷ്ണസ്വാമി അയ്യരാണ്.
ഓക്കെ, വീണ്ടും നമുക്ക് ഒരു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട തന്നെ മറ്റൊരു വിഷയവുമായി നാളെ ഒരു ക്ലാസ് പ്രതീക്ഷിക്കാം. അത് കൂടാതെ മറ്റന്നാൾ 13-ാം തീയതി നമ്മൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട കേരളത്തിലുണ്ടായ മുഴുവൻ മുന്നേറ്റങ്ങളെയും കുറിച്ച് കേരള PSC ചോദിച്ച മുഴുവൻ ചോദ്യങ്ങൾ ബന്ധപ്പെട്ട് ഒരു യൂട്യൂബ് ലൈവ് ഉണ്ടായിരിക്കും വൈകുന്നേരം 7 മണിക്കാണ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.